ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മനുഷ്യനിൽ അമർത്യമായ ഒരു ആത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. പൊതുവെയുള്ള ചില വിശ്വാസങ്ങൾ മരണത്തോടുകൂടി മനുഷ്യനിൽ നിന്ന് അമർത്യമായ ഒരു ആത്മാവ് വേർപെട്ടു പോകുന്നു എന്നാണ്. ശരീരം അടക്കം ചെയ്യപ്പെടുന്നു, ആത്മാവിനെ അടക്കാൻ സാധിക്കുന്നതല്ല, അത് അമർത്യമാണ്, അത് മറ്റെവിടെയോ പോകുന്നു എന്നുള്ള ഒരു വിശ്വാസം. വിശ്വാസത്തിന് വേദപുസ്തകത്തിൽ ആനുകൂല്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നെഴുതിയിരിക്കും. ആ ജീവശ്വാസത്തിന് ആത്മാവെന്നും പ്രാണനെന്നും മനസ്സെന്നും പല ഭാഗങ്ങളിലും പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ വാക്കുകളിൽ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജീവശ്വാസത്തിന്. തൊണ്ണൂറാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മനുഷ്യൻ്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ മരിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് എഴുതിയാൽ മതി. അതിന് പറന്നു പോകുന്നു എന്നുള്ള ഒരു പ്രയോഗമാണ് വെച്ച്. എന്താ അതങ്ങനെ ആ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്? അത് നമ്മൾ പറഞ്ഞ പോലെ അമർത്യമായ ഒരു ആത്മാവ് ശരീരത്തിൽ കുടികൊള്ളുന്നു, അതുകൊണ്ടാണ് അത് പറന്നു പോകുന്നതെന്ന് പരിഭാഷാകർത്താക്കൾ ചേർത്തിരിക്കുന്നത്. പറന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുന്നു എന്നാണ്. ഒരു പക്ഷി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് പറന്നു പോകുന്നു, അത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ മരണത്തോടുകൂടി ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നു എന്ന് ഗ്രഹിക്കേണ്ടതേ ഉള്ളൂ. ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിൻ്റെ ദേഹത്തെയും ജീവനെയും നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ആ ദേഹവും ജീവനും നഷ്ടപ്പെടുന്നതാണ് മരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു എന്നാണ്. മരണത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും തുല്യ അവസ്ഥയാണ്. മനുഷ്യനും മൃഗങ്ങളും ജീവശ്വാസം കൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത്.
ശരീരത്തിന് ജീവശ്വാസം സ്വീകരിക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകും. നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നോക്കാം. റോമാലേഖനം 8-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം. ഈ റോമാലേഖനം 8-ാം അധ്യായം മുഴുവൻ നമ്മൾ വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരാത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന്, എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 8-9 മുതൽ 11 വരെ വായിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇവിടെ ഈ ഭാഗത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ ശരീരത്തിനേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല എന്ന് തീരുമാനിക്കും. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച ആളാണ്, നാം ഒരു വിശ്വാസിയാണ് എന്നാണ്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വാസിയായിരിക്കുന്ന ഒരാളുടെ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, മരണം എല്ലാവർക്കും ഉള്ളതാണല്ലോ, ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. അപ്പോൾ ഒരാത്മാവ്, മരണപ്പെടാത്ത ഒരാത്മാവ് ഉണ്ടെന്നാണ് പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു മനസ്സ് ആ ശരീരത്തിൽ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തു വിശ്വാസത്തിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി രൂപപ്പെടുന്നത് മനസ്സിലാണ്. അപ്പോൾ അവിടെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ മനസ്സിനെയാണ്. ഇയാൾ വിശ്വാസിയായി മരിക്കുമ്പോൾ ഈ പുതിയ മനസ്സിന് മരണമില്ലെന്നുള്ളതാണ്. ആ പുതിയ മനസ്സിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ്. ശരീരം മരണം നിമിത്തം മാറ്റപ്പെട്ട് ശരീരം അടക്കപ്പെടും. ഈ പുതിയ മനസ്സ് അത് ദൈവത്തിൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കും എന്നാണ്. തൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ സന്നദ്ധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതിയിരിക്കുന്നു. പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും സ്നേഹിക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റ് പിതാവായ ദൈവത്തിൻ്റെ സ്മരണയിലുണ്ട്.
അങ്ങനെ പുനരുത്ഥാന കാലത്ത് ഈ പുതിയ സൃഷ്ടിയാകുന്ന ഈ മനസ്സ് ആ വ്യക്തിക്ക് പുതിയൊരു ശരീരത്തിൽ നൽകപ്പെടും എന്നാണ് പുനരുത്ഥാനത്തിൽ. ഈ ജനകോടികളെല്ലാം മരിച്ച് മൺമറയുന്നു. പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചവർ വിശ്വാസികളായിട്ടും അല്ലാതെ മരിച്ചവർ അവർ അവിശ്വാസികളായിട്ടും തന്നെയാണ് പുനരുത്ഥാനം ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് അവർ പൂർണ്ണതയുടെ ഒരു പുനരുത്ഥാനം പ്രാപിക്കും. പുതിയ ഒരു ശരീരത്തിൽ ഈ ആയുസ്സിൽ പ്രാപിച്ച ആ മനസ്സിനെ ആ പുതിയ ശരീരത്തിൽ സ്ഥാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ പുതിയ സൃഷ്ടിയുടെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരും. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ഈ പുനരുത്ഥാനത്തെ സംബന്ധിച്ചും ആത്മാവിനെ സംബന്ധിച്ചും പറയുന്ന വസ്തുതകൾ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വിഭാഗത്തെക്കുറിച്ച് പറയുന്നതാണ്. അവരെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ എന്നാണ് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർ 12 അപ്പോസ്തലന്മാരാണ്. 12 അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് ഈ ഭാഗം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 12 അപ്പോസ്തലന്മാരും അവർ യേശുക്രിസ്തുവിനെ പോലെ അവർ ആ പാതയിൽ സഞ്ചരിക്കുകയും അവർ പൂർണ്ണരായി വിശ്വാസത്തിൽ മരിക്കുകയും ചെയ്തവരാണ്. അവരുടെ പുനരുത്ഥാനം, അവരുടെ പഴയ ശരീരം അത് അടക്കപ്പെട്ടു. അവർക്ക് പുനരുത്ഥാനത്തിൽ പുതിയൊരു ആത്മശരീരവും അവർ ഈ ആയുസ്സിൽ പ്രാപിച്ച ഈ പുതിയ മനസ്സും അവർക്ക് ലഭിക്കപ്പെടും. അതുകൊണ്ടാണ് ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ആത്മാവ് ഒരു മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ആശയത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ മനസ്സ് എന്നാണ് പരിഭാഷ ചെയ്യേണ്ടത്. മറ്റൊരു വാക്യം പറയുമ്പോൾ, സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ജഡശരീരം സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു ആത്മശരീരം നൽകപ്പെടും. ഒരാത്മശരീരം നൽകപ്പെടുകയും ആ ആത്മശരീരത്തിൽ ഈ പുതു സൃഷ്ടിയെ അല്ലെങ്കിൽ ഈ പുതിയ മനസ്സിനെ അതിൽ ആക്കുകയും ചെയ്യും. അപ്പോൾ അവർ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അതാണ് ദേഹിയെയും ദേഹത്തെയും ഒരുപോലെ ഗീഹന്നയിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ദേഹത്തെയും ദേഹിയെയും, അവരുടെ ദേഹത്തിൽ വസിച്ചിരുന്ന ദേഹി എന്ന് പറയുന്നത് ഈ പുതിയ മനസ്സിനെയാണ്. ഈ പുതിയ മനസ്സിനെ നശിപ്പിക്കുവാൻ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പുതിയ മനസ്സിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പഴയ ശരീരത്തിന് പകരം ഒരാത്മശരീരം ലഭിക്കും. ആ ആത്മശരീരത്തിൽ ഈ പുതിയ മനസ്സിനെ ദൈവം അതിൽ ആക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജഡശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെ ആത്മാവെന്നുള്ളതിന് പുതിയ
മനസ്സാണ്, പുതിയ സൃഷ്ടിയെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എങ്ങനെയാ നാം ദൈവത്തിൻ്റെ മക്കളെന്നും? എപ്പോഴാണ് ഒരാള് ദൈവത്തിൻ്റെ മകനായി തീരുന്നത്? എപ്പോഴാണ്? യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മകനായിത്തീരുകയാണ് ഒരു വ്യക്തി. അങ്ങനെ ദൈവത്തിൻ്റെ മകനായിത്തീരുമ്പോൾ നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആര്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നതല്ല. അവിടെയും ആത്മാവെന്ന് പറയുന്നത് മനസ്സിനെ ഉദ്ദേശിച്ച, ജീവശ്വാസത്തെ ഉദ്ദേശിച്ചല്ല. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പുതിയ സൃഷ്ടി, അല്ലെങ്കിൽ പുതിയ മനസ്സ്, പുതിയ ആത്മാവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ 26-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 8:26 അതുകൊണ്ട് ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് അതുപോലെ നമ്മുടെ മനസ്സുമായിത്തീരണം. ഈ മനസ്സുകൾ തമ്മിലുള്ള യോജിപ്പിലാണ് കാര്യത്തിൻ്റെ വിജയമിരിക്കുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്തവൻ അവനുള്ളവനല്ല. അവിടെയും ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വാക്കുമെല്ലാം വായിച്ചിട്ട് മനുഷ്യനിൽ നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ആത്മാവ് ഉണ്ടെന്ന് പറയുന്നത് അത് ജീവനെ ഉദ്ദേശിച്ചല്ല. അത് പുതിയ മനസ്സിനെക്കുറിച്ചും പുതിയ സൃഷ്ടിയെക്കുറിച്ചും ആണ് എന്നുള്ളതാണ്. സഭാപ്രസംഗി 9:27 നമുക്കൊന്ന് നോക്കാം. സഭാപ്രസംഗി 9:2 മുതൽ 7 വരെ. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും, നല്ലവനും നിർമ്മലനും, മലിനനും, യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. ഇത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. ദുഷ്ടനും നീതിമാനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും, ആണ പേടിക്കുന്നവനും
ആണയിടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. അപ്പോൾ ദുഷ്ടനും നീതിമാനും, ആണയിടുന്നവനും ആണയിടാത്തവനും എല്ലാം ഒരു ഗതി തന്നെ വരുന്നു. എല്ലാം മരണത്തിൽ തുല്യമാണ്. മരണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യന്റെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. അപ്പോൾ ദുഷ്ടന്മാരും നീതിമാന്മാരും സൽക്കർമ്മങ്ങൾ ചെയ്തവരും വഴിപാട് ചെയ്തവരും വഴിപാട് ചെയ്യാത്തവനും എല്ലാവരും ഈ ആയുസ്സിൻ്റെ ഒടുവിൽ എങ്ങോട്ട് പോകുന്നു? എല്ലാവരും മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നു. നീതിമാന്മാരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. നീതിമാന്മാരുടെ ആത്മാവുണ്ടെങ്കിൽ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി അവിടെ ഇരുന്ന് യഹോവയെയും യേശുക്രിസ്തുവിനെയും സ്തുതിക്കേണ്ടതാ. പക്ഷെ അവരെയും അങ്ങോട്ട് വിളിക്കുന്നില്ല. യഹോവ പറയുന്നില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തു പറയുന്നില്ല. നീ മരിക്കുന്നത് നീതിമാനായിട്ടല്ലേ മരിക്കുന്നത്? നിന്റെ ആത്മാവ് ഇവിടെ ഞങ്ങളോടുകൂടെ വന്ന് സമാധാനമായി കഴിയട്ടെ. അതിനെന്താ ഭയപ്പെടുന്നത്? പക്ഷെ നീതിമാനും ദുഷ്ടനും ഭയപ്പെടുന്നത് മരണത്തെയാണ്. മരണത്തെ ഭയമില്ലാത്ത ഒരു നീതിമാനുമില്ല, ഒരു ദുഷ്ടനുമില്ല. മരണത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം. ഈ ഭൂമിയെയും ഇതിലുള്ള ബന്ധങ്ങളെയും വിട്ടുപിരിയാൻ അവന് ഭയമാണ്. അതവന് വ്യസനമാണ്. സ്വർഗത്തിൽ ഇതിൽ കൂടുതൽ ഒരു അനുഗ്രഹമാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയാൽ പോരെ, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവരും മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. മരിക്കാതെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം പിന്നെയും പ്രത്യാശയുണ്ട്. ഏതാ? കുറേ കാലം ഇവിടെ ജീവിച്ചിരിക്കാമല്ലോ, ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ജീവിച്ചിരിക്കുന്നവർ. ഹിസ്കിയാവ് പറഞ്ഞതുപോലെ, ഇന്നുള്ളതുപോലെ ഞാൻ ജീവനോടിരിക്കുമ്പോൾ നിന്നെ സ്തുതിക്കും. എൻ്റെ മരണം കൊണ്ട് നിനക്കെന്താ പ്രയോജനം? പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. ഞാനിങ്ങനെ ജീവനോടെ ഇരുന്നാൽ നിന്നെ എക്കാലവും വാഴ്ത്തി സ്തുതിക്കും. അപ്പം എന്ന് പറഞ്ഞതുപോലെ മരിക്കുന്നവർ ഒന്നും അറിയുന്നില്ല, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു. അപ്പോൾ മരണമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്. മരണത്തോടുകൂടി ആ ജീവൻ അവസാനിക്കുകയാണ്, ജീവിതവും അവസാനിക്കുക. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല. എല്ലാം തീർന്നു മരണത്തോടുകൂടി. പ്രതിഫലം അവന് സ്വർഗത്തിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോയിരുന്നു സൂഹിക്കാൻ മേലെ. പിന്നെ മേലാൽ അവർക്കൊരു പ്രതിഫലമില്ലെന്ന് എന്താണ് എഴുതണേ? അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. മരിച്ചവന് യാതൊരു ഓർമ്മയില്ല. അതെങ്ങനെയാ ഓർക്കണേ? ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം സംഗതികൾ അനുകൂലമായി വന്നാലാണ് അവന് ജീവിച്ചിരിക്കാൻ പറ്റുന്നത്? ആഹാരം,
വെള്ളം, വായു, മറ്റുള്ള ജീവിതത്തിന് ആവശ്യമായ മറ്റുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം. ഇത് മരണത്തിന് ഇതെല്ലാം വിട്ടിട്ടാ പോകുന്നു. പിന്നെ ഒരു ജീവിതമില്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സ്നേഹവും നശിച്ചുപോയി. പിന്നെ എന്തിനാ പിന്നെ ഒരു ജീവി? സ്നേഹമില്ലാത്ത ജീവിനെ എന്തിനും കൊള്ളൂ? സ്നേഹം നശിച്ചുപോയി, അസൂയ നശിച്ചുപോയി, എല്ലാം നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല, പ്രതിഫലവുമില്ല. എല്ലാം. അപ്പോ 70 സംവത്സരം അല്ലെങ്കിൽ ഏറെയായാൽ 80 സംവത്സരം, അത് വേഗം തീരും. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ്. അപ്പോൾ മനുഷ്യൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് മുമ്പേ ഏതാണ്ട് 900 ചില്ലുവാനും വർഷം വരെയൊക്കെ ആളുകൾ ജീവിച്ചിരുന്നു. നോഹയുടെ കാലമായപ്പോഴേക്കും ദൈവം പറഞ്ഞു, മനുഷ്യന്റെ ആയുസ് 120 സംവത്സരമാകും എന്ന് പറഞ്ഞു. അപ്പൊ ജലപ്രളയത്തിന്റെ ശേഷം പിന്നെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. ആയുസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. സങ്കീർത്തനം എഴുതുന്ന കാലത്ത് ശരാശരി ആയുസ് 70 അല്ലെങ്കിൽ 80 എന്നാണ്. അപ്പൊ 120ലും താഴെ പോന്നു. 80, 70, 80 ആയി. ഇപ്പോൾ അതിലും ആയുസ് കുറവായിട്ടാണ് പോകണം. ഇപ്പൊ 80ലേക്കൊന്നും പോകാതെ തന്നെ മരണം പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ മനുഷ്യന്റെ സമ്പൂർണമായ നാശമാണ് മരണം എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 6:19 ഒരു വാക്യം നോക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇതിൽ നമ്മൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഭാഗം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് അപ്പോസ്തലന്മാരുടെ ശരീരം. അപ്പൊ അവിടെ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള മനസ്സ് ഈ ആത്മാവിനനുസരിച്ച് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ എന്നാ പറയാം. വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിനെ കുറിച്ച് അകമേയുള്ള മനുഷ്യൻ എന്ന് പറയും. പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ശരീരം. അപ്പോൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കും.
അത് രോഗം, വാർദ്ധക്യം, മറ്റ് പ്രതികൂല സാഹചര്യങ്ങളാൽ അകമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കും. പുറമേയുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. അവിടെ അകമയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പുതിയ മനസ്സിനെയാണ്, പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ പുതിയ സൃഷ്ടി മരണത്തോടുകൂടി ഈ ശരീരം മാറ്റപ്പെടും. ഈ പുതിയ സൃഷ്ടിയാകുന്ന ഈ പുതിയ മനസ്സ് അത് ദൈവസന്നിധിയിൽ സൂക്ഷിക്കപ്പെടും. അങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന ഈ പുതിയ മനസ്സിനെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലത്ത് ഈ ശരീരത്തെ, ഈ പുതിയ മനസ്സിനെ പുതിയ ഒരു ശരീരത്തിൽ ആക്കുന്നത്. അത് ആത്മശരീരമാണ്. ആത്മശരീരത്തിൽ ഈ പുതിയ മനസ്സ് വയ്ക്കപ്പെടും. അപ്പോൾ എങ്ങനെയാകും? അവർ സ്വർഗീയന്മാരായിത്തീരും. ജഡീകന്മാർ സ്വർഗീയന്മാരായിത്തീരും. അങ്ങനെ ജഡീകന്മാർ സ്വർഗീയന്മാരായിത്തീരുന്ന 144,000 പേരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. 144,000 പേർക്കാണ് സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ബാക്കി ആദാമ്യ ഭവനത്തിലുള്ള മുഴുവൻ പേർക്കും ഭൂമിയിലാണ് ജീവിക്കാൻ അവകാശം നൽകപ്പെടുന്നത്. അവരെ ഭൗമികന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഈ വേർതിരിവ് നടത്തപ്പെടുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. രണ്ടാമത്തെ വരവിൽ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും. നീതിമാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ഒന്നാം വരവ് മുതൽ രണ്ടാം വരവ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വിശ്വാസികളായി തീർന്നവരെ സംബന്ധിച്ച നീതിമാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ പാതയിൽ വരാത്തവരെ കുറിച്ച് അവർ നീതിമാന്മാരായിട്ടില്ല. അവർക്ക് നീതിമാന്മാരാകാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പോൾ അവരും വിശ്വാസത്തിൽ വരുമ്പോൾ അവർക്കും ഒരു പുതിയ മനസ്സിനെ ലഭിക്കും. ആ പുതിയ മനസ്സിനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവർ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. അപ്പം എല്ലാവർക്കും ക്രിസ്തുവിനെ വിശ്വസിക്കാനുള്ള ഒരവസരം നൽകപ്പെടുമെന്നാണ്. അപ്പോൾ ക്രിസ്തുവിന് മുമ്പ് ജനിച്ചു മരിച്ചവർക്കും
ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം ജനിച്ചു മരിച്ചവർക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു അവസരം നൽകപ്പെടും. അന്ന് പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവർക്ക് ജീവനെ കാണുകയില്ല. അവർ രണ്ടാം മരണത്തിന് യോഗ്യരായി തീർന്ന് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടും. രണ്ട് കൊരിന്ത്യർ 5:1 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ നോക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കും. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഇവിടെ ഒരു വലിയ പ്രകൃതി മാറ്റത്തെ സംബന്ധിച്ച അപ്പോസ്തലൻ എഴുതുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ശരീരമാണ്, ഒരു ഭവനാണ്. ആ ഭവനം അഴിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും, ഈ ശരീരം മരിച്ചു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി നശിച്ചു പോകാത്ത ഒരു ഭവനം. ഈ ഭവനം എന്തിനാ? വസിക്കാനല്ലേ? ആർക്കെങ്കിലുമൊക്കെ വസിക്കാനാ ഭവനം അല്ലേ? അപ്പോൾ ഈ ഭൗമഭവനം നശിച്ചു പോകുന്നു, സ്വർഗീയമായൊരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കപ്പെടും. ഈ സ്വർഗീയമായി ഒരുക്കപ്പെടുന്ന ഈ ഭവനത്തിൽ പ്രദർശിക്കുന്നത് എന്താണ്? ഈ പുതിയ മനസ്സിനെയാണ്. ഈ പുതിയ മനസ്സിനെ സ്വർഗീയ ശരീരത്തിലാക്കി തീർക്കും ഈ പുതിയ സൃഷ്ടിയെ. അപ്പോൾ അവർ സ്വർഗീയന്മാരായിത്തീരും. അപ്പോൾ അവർ ജഡീയന്മാരല്ല, സ്വർഗീയന്മാരായിത്തീരും. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് കഴിയുന്നു. ഏത്? മരണം വരെ. ഇവിടെ ക്രിസ്തുയേശുവിനെ പിൻപറ്റുന്ന ഇവരെ സംബന്ധിച്ച് മരണം വരെ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ടാണ് കഴിയണം. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. അതോ മരണത്തോടുകൂടി പുനരുത്ഥാനത്തിൽ ഇവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, അതിന് പരിമിതികളില്ല. വളരെ വിശാലമായ സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ കഴിയുമ്പോൾ അവർ നഗ്നരായിട്ടല്ല, ഈ ശരീരത്തിലാണ് ഈ പുതിയ മനസ്സ് വഹിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ പുനരുത്ഥാനത്തോടുകൂടി ഈ പുതിയ മനസ്സ് നൽകപ്പെടും. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അതിന് മീതെ ധരിക്കുന്നു.
ഈ ആത്മ മനസ്സിന് മീതെ സ്വർഗീയ ശരീരം ധരിക്കുന്നു. അപ്പോൾ ആ സ്വർഗീയ ശരീരത്തിൽ ഈ മനസ്സ് ആക്കുവാണ്. അതിൻ്റെ വിധത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഒരു ഉറപ്പ് കൊടുത്തു. ദൈവം ഇവർക്കൊരു ഉറപ്പ് കൊടുത്തു. ഒരു സ്വർഗീയ ശരീരവും അതിലൊരു സ്വർഗീയ മനസ്സും ഇവർക്ക് നൽകാമെന്ന് ഉറപ്പ് കൊടുത്തു. അതെങ്ങനെയാണ് ഉറപ്പ് കൊടുത്തത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തതാണ്. ആ പരിശുദ്ധാത്മാവിനെ അവർക്ക് അച്ചാരമായി നൽകപ്പെട്ടു. അപ്പം ഈ വിധത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചാണ് ഈ ഭാഗങ്ങളിൽ ഇത്ര വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും മരണത്തോടുകൂടി ഒരു ആത്മാവ് ജീവിച്ചിരിക്കുന്നെന്ന് പറയാൻ പറ്റും. ആത്മാവ് എന്ന് പറയുന്നാൽ മനസ്സ് എന്നാണ് പരിഭാഷ. എബ്രായ ഭാഷയിൽ റൂഹ, മനസ്സിന് എബ്രായ ഭാഷയിൽ റൂഹ എന്നാണ്. അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ന്യൂമ എന്ന വെച്ചിരിക്കും. റൂഹ, ന്യൂമ. അപ്പം ഇതിന് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ സോൾ എന്ന് പരിഭാഷ. അപ്പോൾ റൂഹായെ എബ്രായ ഭാഷയിൽ റൂഹായെ ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്ന് പരിഭാഷ ചെയ്തു. ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ സോൾ എന്ന് പരിഭാഷ ചെയ്തു. സോൾ. മലയാളത്തിൽ വന്നപ്പോൾ ഈ സോൾ എന്നുള്ള വാക്കും അതിനോടുകൂടെ ശ്വാസം, വായു, കാറ്റ്, പ്രാണൻ, മനസ്സ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള പദങ്ങൾ മലയാള പരിഭാഷയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ ഏത് ഭാഗത്ത് ഏത് വാക്കാണ് ചേർക്കേണ്ടത് എന്ന് അവിടെ വിശദീകരിച്ചിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് വേണം തീരുമാനിക്കാൻ. മലയാളം ഇംഗ്ലീഷിലാണ് വളരെ എളുപ്പമാണ്. സോൾ, ആത്മാവെന്ന എന്ന് പറഞ്ഞാൽ ജീവനെന്നും പ്രാണനെന്നും വായുവെന്നും മനസ്സെന്നും കാറ്റെന്നും ഒക്കെ പരിഭാഷയിൽ. അപ്പോൾ പരിഭാഷയിൽ വന്ന ഈ വൈവിധ്യങ്ങളാണ് പല അബദ്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ വഴിതിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേദപണ്ഡിതന്മാർ വേണ്ടത്ര ഗ്രഹിക്കാതെ അത് വായിക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൻ്റെ ആ മുഴുവൻ അതിൻ്റെ ആ പ്രൗഢത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഒരു പരാജയമുണ്ട്. വായു, ശ്വാസം, കാറ്റ്, പ്രാണൻ, ജീവശ്വാസം, മനസ്സ്, ഇങ്ങനെ പല തട്ടിലുള്ള ഈ ഭാഗങ്ങൾ അത് നമ്മൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഒരു പഠനമാണ്, ചേരുംപടി ചേർക്കുക. പള്ളിക്കൂടത്തിൽ പിള്ളേർക്കൊക്കെ അങ്ങനെയുണ്ട്. ഓരോ വാക്കിട്ടിട്ട് അത് എവിടെയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞ് ചേർത്തോളണം. അങ്ങനെ ചേർത്ത് വേണം വേദപുസ്തകം പഠിക്കാൻ. അപ്പം ആത്മാവിനെ കുറിച്ച് നമുക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് മനുഷ്യനിൽ അമർത്യമായൊരു ആത്മാവ് ഉണ്ടെന്നല്ല, അമർത്യമായൊരു മനസ്സ് മനുഷ്യനിലുണ്ട്. അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന മനസ്സാണ്. അതിന് മരണമില്ല. അത് ഉൾക്കൊള്ളുന്ന ശരീരം മരിക്കും. പുനരുത്ഥാനത്തിൽ ആ ശരീരമല്ല, പുതിയ ഒരു ശരീരവും ആ പഴയ മനസ്സും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം.